കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുട്ടികളുടെ മെന്റലി കോഗ്നേറ്റീവ്ലി ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് 3 to 6. 3 to 6 ആണ് ഇപ്പോഴും പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏജ് ഗ്രൂപ്പ് വരുന്നത്. അവിടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ പ്രോസസ് മാത്രമാണ് നടക്കുന്നത്. ഫിസിക്കലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സ്. ബട്ട് ഫിസിക്കലി അല്ലാതെ മെന്റലി ആയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. കുഞ്ഞുങ്ങളുടെ മെന്റൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കൽ പോലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. കുഞ്ഞെങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെ നെക്സ്റ്റ് മൊമെന്റിൽ പ്രവർത്തിക്കുന്ന പോലും ചിലപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നേരത്തെ ഒരു 10 വർഷം മുമ്പൊക്കെ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പൊ ഞാനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ മാറി, അവരുടെ തോട്ട് പ്രോസസ്സ് മാറി, എല്ലാം ലൈഫിലെ എല്ലാ കാര്യങ്ങളും അട്ടേർലി ഡിഫറെന്റ് ആണ്. എങ്ങനെ മൈക്ക് മ്യൂട്ട് ചെയ്യാട്ടോ. കൊറേ ടൈം ആയോ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ ലിങ്കില് നേരത്തെ കേറിയിട്ട് 8:10 ക്ലാസ് പറഞ്ഞത്. ആ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8:10 8:11 ആയപ്പോഴേക്കും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ സംസാരിച്ച എന്റെ ഫ്ലോ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആബ്സെന്റ് ആവുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുക കേട്ടോ. ഇവിടെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, റെസ്പെക്ട്, ലവ് ആൻഡ് കെയർ, അതാണ് കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുക. ഇന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നോർമലി സോഷ്യൽ ആസ്പെക്ട്സ്, സാമൂഹികമായിട്ടുള്ളൊരു ചുറ്റുപാട്, സമൂഹവുമായിട്ട് കുഞ്ഞിടപഴകുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് അതാണ് റിയാക്ട് ചെയ്യുക. ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന സമയത്ത് ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരമ്മയും 2 മക്കളും ഇരിക്കുന്നുണ്ട്. 2 ആൺമക്കളാണ്. ഒരു മോന് ഏകദേശം ഒരു 8-9 വയസ്സ് പ്രായം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ മോന് കഷ്ടിച്ചൊരു 3.5-4 വയസ്സ്, അത്രയാണ് പ്രായം. അപ്പൊ അമ്മയുടെ കയ്യില് കടലയുടെ പൊടിയുണ്ട്, കോണായിട്ടുള്ള പൊതിയല്ലേ. അപ്പൊ ഫ്രണ്ടിൽ തന്നെയാണ്. മൂത്ത മകന് ബസ്സിൽ ഒരുപാട് സീറ്റ് കാലിയാണെങ്കിൽ പോലും അവന് ആ കമ്പിയില്ലേ, ഡ്രൈവറെ ബാക്കിലുള്ള അതിമങ്ങനെ പിടിച്ചു നിന്നിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്യാണ് നിൽക്കാൻ. ഒരുപാട് സീറ്റ് അവിടെ കാലിയുണ്ട്. ഈ ബസ് ഓട്ടോമാറ്റിക് ഡോറാണ്, അത് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഈ മൂത്ത മകൻ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ആക്ഷൻ കാണിക്കുന്നത് കണ്ടിട്ട് രണ്ടാമത്തെ മോനും അവന്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് ആ കമ്പിയിൽ പിടിച്ചിട്ട് ഇൻ കേസ് ആ ബസ് എങ്ങാനും പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് 2 കുഞ്ഞുങ്ങൾ തെറിച്ച് പുറത്തേക്ക് പോകും. ഒറ്റ സെക്കൻഡില്. അതില് പിന്നെ അവര് അതിലെ കണ്ടക്ടർ വഴക്ക് പറഞ്ഞപ്പോ സൈഡിലോട്ട് ഇരുത്തി, അതായത് ഡ്രൈവർ ബാക്കില് സീറ്റിൽ ആ കുഞ്ഞിനെ ഇരുത്തിയിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ അമ്മയാണെങ്കിലോ കയ്യിലുള്ള കോണില്ലേ, കടലയുടെ കോണില് ആ കടലയുടെ പൊടി എല്ലാം ചുരിദാറിന്റെ മടിയിലേക്ക് ഇട്ടിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെ പൊടിച്ചിങ്ങനെ കഴിക്കുകയാണ്. ആ പൊടിയൊക്കെ ഊതി പറപ്പിക്കുകയാണ്. ആ ബസ്സിന്റെ ബോണറ്റിലാകെ ആ കടലയുടെ പൊടി ശരീരത്തിലുണ്ട്. അത്യാവശ്യം നല്ല യങ്ങാണ്, വളരെ യങ്ങായിട്ടുള്ള ഒരു ലേഡിയാണ്. ഇത് ആ കുഞ്ഞ് ഊതി പറപ്പിച്ചതിന് ശേഷം കടല കുഞ്ഞിന് കൊടുക്കുകയാണ്. കുഞ്ഞ് പോയി ഈ കമ്പിയൊക്കെ പിടിച്ച് സ്ട്രഗിൾ ചെയ്ത് പോയി വാങ്ങിക്കാം മുത്തമ്മ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനായിരിക്കും അമ്മ അങ്ങനെ ചെയ്യുന്നത്? ചിലപ്പോ അമ്മയുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നേരത്തെ അമ്മയ്ക്ക് കിട്ടിയ
ഒരു എന്താ പറയാ ലൈഫിലെ രീതി ആയിരിക്കാം. എന്നാലും അടുത്തിരിക്കുന്നവര്, ഡ്രൈവർ എല്ലാം അവിടെ ഇല്ലേ? അത്രയും കടലയുടെ പൊടി പാറിക്കുമ്പോൾ നമ്മളൊരു സോഷ്യൽ ആയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ റോൾ മോഡലാക്കുകയാണ്. നാളെ ഈ കുട്ടികളും അതേ രീതിയിൽ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. അവർക്ക് ചുറ്റുപാടുകളും ഒരു വിഷയമേ അല്ല. ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു, ആരെങ്കിലും കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ, ബസ് ബ്രേക്ക് ഇടുന്നുണ്ടോ, ഒന്നും അവർക്ക് വിഷയമേ അല്ല. അവര് ചെയ്യുന്നത് എന്താണ്? അവര് കടല കഴിച്ചുകൊണ്ടിരിക്കുക. അത് മടിയിൽ നിന്ന് തട്ടിയിട്ട് പറപ്പിക്കുകയാണ്. അടുത്തിരിക്കുന്നവരൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്നവരാണ് മിക്കവരും. ഓൾറെഡി ടയേർഡാണ്. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ് അത്തിന് കഷ്ടപ്പെട്ടിരിക്കുന്ന കുറെ ആളുകൾ. പിന്നെ കുറച്ച് 2-3 സീറ്റ് സ്റ്റോപ്പ് കഴിയുമ്പോൾ ബസ് ഭയങ്കര തിരക്കായി. അപ്പം ഈ കുഞ്ഞെന്ത് ചെയ്തു? കുഞ്ഞിന് നിൽക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് വന്ന് സീറ്റിലിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ അമ്മ കറക്റ്റായിട്ട് അതിന് ആ കുഞ്ഞിനൊരു ഗൈഡൻസ് കൊടുത്തിരുന്നെങ്കിൽ, മോനെ ഇത് ബസ്സാണ്, ബസ്സിൽ നിന്ന് നമുക്ക് ആക്സിഡന്റ് സംഭവിക്കാം, നമ്മൾ വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, എൻ്റെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഒരു കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നാളെ ഈ കുഞ്ഞ് മറ്റൊരാള് ഇതേ രീതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവൻ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെയാണ് പോയിന്റ്. നമ്മൾ എന്താണോ കുഞ്ഞിന് കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ബിഹേവിയറിലൂടെ അല്ലെ നമ്മുടെ സ്വഭാവത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ എന്താണോ കുഞ്ഞിന് കൊടുക്കുന്നത്, അത് കാണിക്കുന്ന ഒരു സമയമാണ് 3 മുതൽ 6 വയസ്സ് വരെ. അവിടെ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട്, മെന്റൽ ഗ്രോത്ത് ഉണ്ട്, വളർച്ചയും വികാസവും സംഭവിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളടുത്തേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട കുറെ വാല്യൂസ് ഉണ്ട്. മോറൽ വാല്യൂസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. ആസ് എ ടീച്ചർ എന്ന രീതിയിൽ എപ്പോഴും സോഷ്യൽ ആയിക്കോട്ടെ പേഴ്സണലി ലൈഫ് ആയിക്കോട്ടെ നമ്മൾ പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഡെവലപ്മെന്റൽ പ്രോസസ്സ് നാളെ സമൂഹത്തിന് എത്രത്തോളം ഉപകാരമായിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു വിദ്യാഭ്യാസം, അതായത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് കുഞ്ഞ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ 6 വയസ്സിനുള്ളിൽ കിട്ടുന്ന ഏതൊരു കാര്യവും കുഞ്ഞിന്റെ ഉള്ളിൽ ലൈഫ് ലോങ് ആയിട്ട് കിടക്കും. അവിടെ കിട്ടുന്ന നല്ല കാര്യങ്ങൾ ആ കുഞ്ഞ് പിൽക്കാലത്ത് മുന്നോട്ട് ശീലിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇപ്പൊ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നീറ്റ് എക്സാം അല്ലെ, ഒരു കുഞ്ഞിന്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രീമാണ് നീറ്റ് എക്സാം പാസ്സാവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫിൽ കൂടുതലായിട്ട് മാർക്ക് നേടുക എന്നുള്ളത്. അത്രയും എഫേർട്ട് എടുത്ത് സ്ട്രഗിൾ ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഈ എക്സാമിനുള്ളത്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? തലപ്പത്തിരിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സാമിനേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് നമ്മളെ ഈ ഒരു എക്സാമിനേഷന്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ കാര്യത്തിൽ എത്രത്തോളം അറിവും കാഴ്ചപ്പാടും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ സമരങ്ങൾക്കൊക്കെ ഉള്ള കാരണം. അതേസമയം കൃത്യമായിട്ട് ഈ എഡ്യൂക്കേഷന്റെ മൂല്യവും അല്ലെങ്കിൽ ഇത്തരം എക്സാമിനേഷന്റെ പ്രാധാന്യവും അറിയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളെ ഭാവി വെച്ച് പരീക്ഷിക്കില്ല. മിനിയാന്ന് PSC എക്സാം റദ്ദാക്കി. പലരും നിങ്ങൾ ആരെങ്കിലും PSC എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. സംഭവിച്ചത് അല്ലെ? ഉച്ചക്കുള്ളത് രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. അതെ, ഉച്ചയുടെ എക്സാമിന്റെ പേപ്പർ രാവിലെ പൊട്ടിച്ചു കൊടുത്തു. വളരെ കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്യും. എക്സാമിനേഷന്റെ ഡേറ്റ്, ടൈം, പൊട്ടിക്കേണ്ട സമയം എല്ലാം അതിലുണ്ടായിരിക്കും. അതിൽ ആ റെഡ് സീല് വരുന്നിടം എപ്പോഴാ പൊട്ടിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട്, അതായത് എക്സാമിനേഷനിലെ ഏകദേശം ഒരു 15-20 മിനിറ്റ് മുമ്പ് മാത്രമേ അതിന്റെ ഹെഡിന് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടേ അത്
അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്ന എക്സാമിനേഷൻസ് എല്ലാം ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറുമ്പോൾ ഇതിന്റെ സീരിയസ്, ഐ മീൻ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ എന്താ പറയാ ലോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്നത്തെ ആൽഫ കഴിഞ്ഞ് ബീറ്റ ആയില്ലേ, ബീറ്റയിലേക്ക് എത്തി. ജനറേഷൻ ഗ്യാപ്പ്, ജനറേഷന്റെ പരിണാമത്തിനനുസരിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിലും ഡിഫറൻസ് വരുന്നുണ്ട്. മാറി വരുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ലക്ഷ്യവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിലും ജനനം മുതൽ മരണത്തിന് തൊട്ട് മുമ്പ് വരെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേടാൻ കഴിയില്ല, മരണത്തിന് തൊട്ട് മുമ്പത്തെ സെക്കൻഡ് വരെ നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. എവിടുന്നെങ്കിലും ഇപ്പം മരിക്കാൻ കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് അറിവ് നേടുകയെന്ന് ചോദിക്കും. അവിടെ നമ്മൾ അവർക്ക് അല്ലെങ്കിൽ അവരിലൂടെ നമുക്ക് കിട്ടുന്നത് അറിവാണ്. അപ്പൊ നമ്മളിൽ നിന്ന് അവർക്ക് അറിവ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുണ്ടായിരിക്കും. അബ്ദുൽ കലാം മൗദൂദിയെ വധശിക്ഷയ്ക്ക് വിധിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് മകൻ കാണാൻ ചെല്ലുന്ന സമയത്ത് സാഹിബ് പറയുന്നത്, ഞാൻ വായിക്കാൻ ഏറെ ആഗ്രഹിച്ചൊരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് ആ പുസ്തകം വായിക്കണം. മകൻ ചോദിക്കുകയാണ്, ഉപ്പ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് ഉപ്പ, അത് എന്തായാലും നടത്തപ്പെടും, പിന്നെ എന്തിനാണ് ആ പുസ്തകം വായിക്കുന്നത്, എന്തിനാണ് അതിനു വേണ്ടി പണം നഷ്ടപ്പെടുത്തുന്നത്? അതിന് സാഹിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, മരണത്തിന്റെ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം മകൻ പുസ്തകം കൊണ്ടു കൊടുക്കുകയാണ്. ദൈവകൃപയാൽ വധശിക്ഷ റദ്ദാക്കുന്നു. എത്ര അർത്ഥവത്തായ വാക്കുകൾ. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു പുസ്തകത്തിന്റെ പഠനം മാത്രമല്ല. നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ എല്ലാ ഒരു ചെറിയൊരു കുഞ്ഞിൽ നിന്ന് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ്. അതായത് ഐ മീൻ ടീച്ചിങ് ജോബ് നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ്. അപ്ഡേറ്റ് ആവുക അല്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആവാൻ തയ്യാറാവുക, അതാണ് ടീച്ചേഴ്സിനോട് മോട്ടിവേറ്റേഴ്സ് പറയാം. ഒന്നുകിൽ അപ്ഡേറ്റ് ആവുക അല്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആയിക്കൊണ്ട് പുറത്തു പോവുക. തൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞ് എന്ന് തൻ്റെതല്ല എന്ന് ആ ടീച്ചർക്ക് തോന്നുന്നുവോ ആ നിമിഷം ആ ടീച്ചർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തോളണം. പിന്നീട് ആ ടീച്ചർക്ക് ടീച്ചറായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ യോഗ്യതയില്ല. നമ്മളെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കളാണ്. നമ്മൾ ജന്മം നൽകിയിട്ടില്ലെങ്കിലും നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജന്മം നൽകുന്ന നമ്മുടെ മക്കളാണ് നമ്മുടെ മുമ്പിലുള്ള ഓരോ കുഞ്ഞും. അത് പണക്കാരൻ്റെതാവട്ടെ പാവപ്പെട്ടവൻ്റെതാവട്ടെ, അവിടെ ഫിനാൻഷ്യൽ ഉള്ള നമ്മുടെ സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല. ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ പഠിക്കണം. പരിസ്ഥിതിയുമായിട്ട് സഹകരിച്ചു പോകുന്നതിന്, എൻവയോൺമെന്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതിന് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും, വിദ്യാഭ്യാസം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃഷിപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയും, അവനെന്താ ജോലി, ഓന് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഓന് കൃഷിക്ക് നല്ല ഉഷാറാ. എന്താ, അതും പഠനമല്ലേ? മണ്ണിനെ അറിയുക, കളയെ അറിയുക, വിത്തിനെ അറിയുക, അതിന്റെ വിഭവശേഷി വർദ്ധിപ്പിക്കുക, അതും ഒരു വലിയൊരു അറിവാണ്. ഇന്ന് എത്രയോ ആളുകൾ ബിടെക്കും എംടെക്കും PhD ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞവര് കൃഷിയിലേക്ക് തിരിയുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആണ് ആ ജോബ്. പണ്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്, ഓന് കൃഷിപ്പണിയാണ് അല്ലെങ്കിൽ ഓന് കൂലിപ്പണിയാണ്. അപ്പൊ അതും ഒരു അറിവാണ്. ഒരു കൽപ്പണിക്കാരന് ഒരു എഞ്ചിനീയറെക്കാളും വിവരം ഉണ്ടായിരിക്കും.
ഒരു വീട് പണിയുന്ന എഞ്ചിനീയർ അത് വരച്ചു കൊടുത്തിട്ട് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഇത്ര കല്ല് വേണമെന്ന് പറയുമ്പോൾ ആ കൽപ്പണിക്കാരനോട് ചോദിക്കുക, മേശരി ഈ വീട് പണിയാൻ എത്ര ലോഡ് കല്ല് വേണ്ടി വരും? ഒറ്റയടിക്ക് അയാൾ ഉത്തരം പറയും. കാരണം അത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതേ രീതിയിലാണ് നമ്മുടെ ഓരോ അറിവുകളും വിലപ്പെട്ടതാണ്. വിദ്യാഭ്യാസം ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും. എഡ്യൂക്കേഷൻ പർപ്പസ് ആൻഡ് ഗോൾസ്. ഒരു വ്യക്തിയുടെ സർവോത്മകമായ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുന്നത് വിദ്യാഭ്യാസമാണ്. എല്ലാ അർത്ഥത്തിലും. ഒരു ആൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇയാൾക്ക് കുറച്ച് അറിവുണ്ട്, ഇയാൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരിക്കലും ഒരു ഡോക്ടർ എടുത്തു പോയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഡോക്ടർ ഫോണിലൂടെ സംസാരിക്കുന്നത്. പേഷ്യൻസിന്റെ കൂടെ ഉള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരെല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവിടെ വിദ്യാഭ്യാസത്തെയാണ് ആ ഡോക്ടർ പറയുന്നത്, പണത്തെ അല്ല. ഡോക്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കണം. കാരണം അവരെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ആ ഡോക്ടർ സംസാരിക്കുന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിക്കോ സമൂഹത്തിനോ സമൂലമായ മാറ്റവും പുരോഗതിയും എളുപ്പമാവില്ല. പേജ് നമ്പർ 3, മൂന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിക്കോ സമൂഹത്തിനോ സമൂലമായ മാറ്റവും പുരോഗതിയും എളുപ്പമാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ. ഇപ്പം അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു? ആദ്യം സയന്റിസ്റ്റ് ആയിരുന്നു. ആ സയന്റിസ്റ്റ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പൊക്രാനില് മിസൈൽ വിക്ഷേപിച്ചു. ആ സമയത്തൊക്കെ ചീഫ് സയന്റിസ്റ്റ് ആണ്. പിന്നീട് എന്താ സംഭവിച്ചത്? പ്രസിഡന്റ് ആയി, അല്ലെ? അപ്പൊ അവിടെ കുറേ മാറ്റങ്ങൾ, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ ഡോക്ടർ അബ്ദുൽ കലാം ആസാദിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള, അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ഉന്നതമായിട്ടുള്ളൊരു കാര്യമാണ്. വ്യക്തിപരമായ വികാസത്തിനും സാമൂഹ്യ വികാസത്തിനും ഉപോത്ബലകമായ അടിസ്ഥാന ഘടകമാണ് വിദ്യാഭ്യാസം. ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് പേഴ്സണലി ആയിട്ട് ഉള്ള ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ സോഷ്യലി ഇമോഷണലി ആയിട്ടുള്ള ഡെവലപ്മെന്റിനും കൺസെപ്റ്റ് വരുന്നത്. ദെൻ അതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ്, പഠിതാവിന്റെ ബുദ്ധിപരമായ പുരോഗതിയും അറിവും ഉറപ്പാക്കുക. കുഞ്ഞിനെ അറിയുക. ആ കുഞ്ഞിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ അവന് കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സിലൂടെയുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്തൊരു കുട്ടി, ഇപ്പൊ LKG UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്ത ആ കുട്ടി LKG UKG വേറൊരു ക്ലാസ്സിലാണ്, അല്ല വേറൊരു സ്കൂളിലായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് ആ പുതിയ സ്കൂളിലുള്ള ആർക്കും അറിയില്ല. ടീച്ചേഴ്സിന് ആർക്കും അറിയില്ല ഇവന്റെ ലേണിംഗ് കപ്പാസിറ്റി എത്ര, ലിസണിങ് കപ്പാസിറ്റി എത്ര, ഒന്നും അറിയില്ല. അപ്പൊ അവിടെ ആ കുഞ്ഞിനെ അറിയുക എന്നുള്ള ടാസ്ക്കാണ് ആ ടീച്ചർ ആദ്യം ചെയ്യേണ്ടത്. കുഞ്ഞിന്റെ എത്രത്തോളം അവന് ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. സ്കോളാർ ടെസ്റ്റ്, അങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു പേരിന് മാത്രം കൊടുക്കുന്നതാണ്. എത്രത്തോളം കുഞ്ഞിന് അറിവുണ്ട് എന്നുള്ളത് അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അവന്റെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് കപ്പാസിറ്റി എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത് ആ കുഞ്ഞുമായിട്ട് ഇടപഴകുമ്പോൾ മാത്രമാണ്. അവൻ പുതിയ കുട്ടിയാണ്. അപ്പൊ എൻ്റെ അടുത്തേക്ക് വന്ന മിക്ക കുട്ടികളുടെയും പ്രശ്നമുണ്ട്. അതായത് പഠന പ്രശ്നവുമായിട്ട് വന്ന കുട്ടികൾക്ക് 2-3 കുട്ടികൾ പറഞ്ഞ പരാതി, ടീച്ചറെ ഞാൻ 5ാം ക്ലാസ് വരെ വേറെ സ്കൂളിലായിരുന്നു, 4 വരെ, 5ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോ ഇവിടെ നേരത്തെ പഠിച്ച കുട്ടികൾ, ഇപ്പൊ ടീച്ചർ എന്നെ പറയും എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ അവരെന്റെ കുട്ടികളാ, അവര് വഴക്കുണ്ടാക്കൂല, നീയാ പുതിയതായിട്ട് വന്നത്, നീയാണ് വഴക്കുണ്ടാക്കിയത്. പുതിയ കുട്ടിയെ കുറിച്ച് ടീച്ചർക്ക് ഒന്നും അറിയില്ല. അപ്പൊ ടീച്ചർ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? നേരത്തെ 4ാം ക്ലാസ് വരെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്. പുതിയതായ കുട്ടി അവിടെ ഒറ്റപ്പെടുകയാണ്. ഈ ഒറ്റപ്പെടൽ ടീച്ചർ പോലും അങ്ങനെ പറയുന്ന സമയത്ത് അവനിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അത് ഭയങ്കരമാണ്.
അത് അവന്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട്, അവന്റെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. ആ സ്കൂളിലേക്ക് വരാൻ തന്നെ അവന് ഇഷ്ടമല്ല. അവന്റെ പാരന്റ് എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ടീച്ചറെ അവൻ ഈ സ്കൂളിൽ പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല, എത്ര വിളിച്ചാലും നീക്കില്ല. രാവിലെ ഒരു 9:30 വണ്ടി വരികയാണെങ്കിൽ 9 മണി വരെ ബെഡിൽ നിന്ന് പൊന്തില്ല. അവൻ സ്കൂളിലേക്ക് വരണ്ട, ലേറ്റ് ആക്കാണ്. എങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. സംസാരിച്ചപ്പോ എന്താണ്, ടീച്ചറാണ് വിഷയം. ടീച്ചർക്ക് പുതിയ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതേപോലെ നമുക്കൊക്കെ വരും പുതിയ സ്റ്റുഡൻസ്. അവിടെ ആ പുതിയ കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടതല്ലാതെ അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അപ്പൊ പഠിതാവിന്റെ ബുദ്ധിപരമായ പുരോഗതിയും അറിവും ഉറപ്പാക്കുക. 2, ധാർമ്മിക മൂല്യങ്ങളുടെ വളർച്ച സാധ്യമാക്കുക. മോറൽ വാല്യൂസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ. പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ആന്റീസ്, അങ്കിൾസ് ഒക്കെ ഇവരെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും. സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളും അവരെക്കാളും വയസ്സിന് കുറഞ്ഞ ഇളയ കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ റെസ്പെക്ട്, ലവ് ആൻഡ് കെയർ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വീടുകളിലും വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുട്ടികളെ തന്നെ അത് ബാധിക്കാറുണ്ട്. ഐ മീൻ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പലപ്പോഴും അവര് തമ്മിൽ തന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ ഉമ്മ എന്ത് പറയും, നീ വല്യമ്മയും വല്യാപ്പയും പറയുന്നത് കേൾക്കണ്ട, അല്ലെങ്കിൽ നീ അച്ഛനും അമ്മമ്മയും പറയുന്നത് കേൾക്കണ്ട, അവരെ ഇഷ്ടത്തിനല്ലല്ലോ നിന്നെ ഞാൻ വളർത്തുന്നത്. ഇങ്ങനെയുള്ള കുറെ കമ്മ്യൂണിക്കേഷൻസ് ഈ കുട്ടിയുമായിട്ട് സ്വന്തം അമ്മ നടത്തുന്നതിലൂടെ ഈ ഗ്രാൻഡ് പാരൻസ് ആയിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ ഗ്രാൻഡ് പാരൻസിന് റെസ്പെക്റ്റ് ഇല്ലായ്മ, അവരോട് എന്തെങ്കിലും പറഞ്ഞ തറുതല പറയുക, ഇങ്ങനെയുള്ളൊക്കെ സ്വഭാവങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിലോട്ട് എത്തുന്നത്. ഇവിടെയും സെയിം ക്യാരക്ടർ കുഞ്ഞെടുക്കും, ടീച്ചേഴ്സിനോടാവട്ടെ അതുപോലെ ഫ്രണ്ട്സിനോടാവട്ടെ. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പറയുന്ന വാക്കുകൾ 1-2 തവണ കുഞ്ഞ് റിപ്പീറ്റ് ചെയ്യാന്നല്ലാതെ 3-ാമത്തെ തവണ കുഞ്ഞിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ആദ്യം സ്നേഹത്തോടെ പറയുക. സ്നേഹത്തോടെ പറഞ്ഞിട്ട് കുഞ്ഞനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ശിക്ഷ നൽകുക. കാരണം ഇവിടെ നമ്മുടെ മോറൽ എഡ്യൂക്കേഷന്റെ പാളിച്ച സംഭവിക്കും. ആ കുഞ്ഞിനെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വിട്ടാൽ നമുക്ക് എന്താ പറയാ, അത് ആ സ്കൂളിൽ ചെന്നേരെ പഠിച്ചതാണ്. പിന്നീട് അതായിരിക്കും പാരൻസിന്റെ കണ്ടെത്തൽ. സ്കൂളിൽ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെയൊക്കെ പറയാൻ ശീലിച്ചത്. പക്ഷെ നമുക്കറിയാം ഇത് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ശീലിച്ചു വന്നതാണ് ഈ കുഞ്ഞെന്നുള്ളത്. അവിടെ നമ്മൾ 2 തവണ പറയാം, 3-ാം തവണ പറയാൻ ഒരിക്കലും കുഞ്ഞിനെ അനുവദിക്കാതിരിക്കുക. ഇതിന്റെ 3rd പോയിന്റ്, നല്ല സ്വഭാവങ്ങളോട് കൂടിയ വ്യക്തിത്വ വികാസം ഉറപ്പാക്കുക. ഇവിടെ 2-ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളുടെ വളർച്ച സാധ്യമാക്കുന്നതിലൂടെ തന്നെ നല്ല സ്വഭാവം കുഞ്ഞിനേക്ക് എത്തുകയും ചെയ്യും. ആരെങ്കിലും കണ്ടാല് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് സുഖവിവരം അന്വേഷിക്കാനും, വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒന്ന് വിഷ് ചെയ്തിട്ട് കയറി ചെല്ലാനും, ഇറങ്ങുമ്പോൾ വിഷ് ചെയ്തിട്ട് ഇറങ്ങി പോരാനൊക്കെ കുഞ്ഞ് ശീലിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തെ റെസ്പെക്ട് ചെയ്യുക, ഫുഡ് റെസ്പെക്ട് ചെയ്യുക. ഫുഡ് പലപ്പോഴും നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത ഫുഡ്സ് പാരൻസ് കൊടുത്തു വിടും. കാരണം എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ. വെജിറ്റബിൾസ് വീട്ടിൽ നിന്ന് അവർ തൊടൂല. അവര് വീട്ടിൽ നിന്ന് വെറും ചിക്കൻ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഡെയിലി ചിക്കൻ കൊടുത്തയക്കുമ്പോൾ പാരൻസിനോട് പറയും ചിക്കൻ ഇങ്ങനെ കൊടുത്തു വിടരുത്, കാരണം മറ്റു കുട്ടികൾ അത് കണ്ടിട്ട് പ്രശ്നമാണ്. നിങ്ങൾ വെജിറ്റബിൾസ് അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു വിട്ടോളൂ. പക്ഷെ അവരപ്പം എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും ആന്റിമാര് കഴിപ്പിച്ചോളും എന്നുള്ള രീതിയിൽ കുഞ്ഞിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡായിരിക്കും കൊടുത്തു വിടുക. എത്രയോ മക്കള് ഫുഡ് കളയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആ ഒരു ക്യാരക്ടർ, അതും ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. ഫുഡിന്റെ കാര്യത്തിൽ, ബിഹേവിയറിന്റെ കാര്യത്തിലൊക്കെ ഗുഡ് ഹാബിറ്റ്സിൽ നമ്മൾ കുഞ്ഞിന്റെ വ്യക്തിത്വ വികാസം ഉറപ്പാക്കുക. 4-ാമത്തെ പോയിന്റ്, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രാപ്തമാക്കുക. വ്യക്തികൾ എന്ന് ഉദ്ദേശിച്ചത് കുഞ്ഞുങ്ങളാണ്. അപ്പൊ ശരിയും തെറ്റും തിരിച്ചറിയൽ. ഒരു തെറ്റ് സംഭവിച്ചാൽ തന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരാൾക്ക് ത്രട്ടൺ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് അവിടെ സോറി പറയിപ്പിക്കുക. മാജിക്കൽ വേർഡ്സ് ആണ് സോറി. അത് സോറി പറയുന്നതിലൂടെ പറഞ്ഞ കുഞ്ഞിന് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നും, കേൾക്കുന്ന ആൾക്ക് അവൻ എന്നോട് ചെയ്തതിന് എന്നോട് സോറി പറഞ്ഞല്ലോ, ഓക്കെ താങ്ക് യു, സോറി,
താങ്ക് യു. ഇത് രണ്ടും മാജിക്കൽ വേർഡ്സ് എന്ന് പറയാനുള്ള മെയിൻ റീസണും ഇത് തന്നെയാണ്. മാജിക്കൽ വേർഡ്സ് ഇത് മാത്രമല്ല കേട്ടോ, കൂടുതലായിട്ടുണ്ട്. പ്ലീസ്, എക്സ്ക്യൂസ് മീ, ഇതൊക്കെ മാജിക്കൽ വേർഡ്സ് ആണ്. ദെൻ പ്രശ്നപരിഹാരത്തിന് വ്യക്തികളെ പ്രാപ്തരാക്കുക. പ്രശ്നപരിഹാരം ഇപ്പൊ കളിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ അടിയുണ്ടായിരിക്കുക. അവിടെ ഒരു ടോയ്സ് തന്നെ രണ്ടു പേർക്കും കൂടെ വേണം, രണ്ടു പേർക്കും സെയിം ടോയ്സ് വേണം. അപ്പൊ എന്ത് ചെയ്യും? ആർക്കും കൊടുക്കാതെ അത് മാറ്റിവെക്കുക. ആദ്യം ആർക്കും കൊടുക്കാതെ മാറ്റിവെക്കുക. രണ്ടുപേർക്കും കൊടുക്കണ്ട. ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആള് ടീച്ചർക്ക് അവനോടാ ഇഷ്ടം അല്ലെങ്കിൽ അവളോടാ ഇഷ്ടം, ഇനി ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ഈ ഒരാളുടെ ഭാഗത്ത് നിൽക്കാതെ രണ്ടുപേരുടെയും ഇടയിൽ നിന്നിട്ട് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ പരിഹരിക്കുക. ഇപ്പം മറ്റയാള് പറയാണ്, എന്നാ ആദ്യവും കളിച്ചിട്ട് എനിക്ക് തരാൻ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. കാരണം സജഷൻ രണ്ടാമത്തെ ആൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഡീലിങ്സ് കൊടുക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലം, പെൻസില്, റേസർ അല്ലെങ്കിൽ ബുക്ക് ഒന്ന് തൊട്ടു, ബാഗ് അങ്ങോട്ട് നീക്കി വെച്ചു, കാല് തട്ടി, ഇതൊക്കെ ആയിരിക്കും അവരുടെ മെയിൻ പരാതികൾ. ഈ പരാതികളൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 6ാമത്തെ പോയിന്റ്, ശാസ്ത്രീയ സത്യത്തിലേക്ക് വഴി തുറക്കും. സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ചാന്ദ്രദിനം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മൂണ്ടേക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മക്കൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ സ്കൂൾ ബേസ് ചെയ്തിട്ട് ചാന്ദ്രദിനം, അതുപോലെ തന്നെ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഡേയ്സ്, ഇതൊക്കെ സയൻസ് റിലേറ്റഡ് ആണ്. വെറുതെ അങ്ങ് നമ്മൾ ആ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് സംഭവിച്ചത്, ഇപ്പൊ ഹിരോഷിമ നാഗസാക്കിയിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ ചാന്ദ്രദിനത്തില് ഇപ്പോ എന്താണ് യുദ്ധം എന്നുള്ളത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. കാരണം അവര് തന്നെ റീൽസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക യുദ്ധം, ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ സയൻസ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുക, കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്പോഞ്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടു. സ്പോഞ്ച് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളം അബ്സോർബ് ചെയ്യും അല്ലെ? സ്പോഞ്ചിലായിരിക്കും പിന്നെ അതിലുള്ള വെള്ളം മുഴുവനും കിടക്കുന്നത്. അപ്പൊ അത് ഒരു അബ്സോർപ്ഷൻ പവറാണ്, സയൻസ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ബുക്ക് ഉണ്ടാക്കുക. ബുക്ക് നമ്മൾ അവർക്ക് കൊടുത്തു. ഈ ബുക്ക് എങ്ങനെ ഉണ്ടാക്കും അത് പറഞ്ഞു കൊടുക്കുക. ബുക്ക് മുളയിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ആ പേപ്പറാണ് പിന്നീട് നമുക്ക് ബുക്കായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലോത്ത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട്, അതൊക്കെ നമ്മൾ EVS മലയാളത്തിൽ പരിസര പഠനം, EVSൽ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കൃത്യമായിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ ബയോഗ്യാസ്, വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് കുട്ടികളുമായി ഡിസ്കസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. 7th, വ്യത്യസ്ത ചിന്തകളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും സത്യം കണ്ടെത്താൻ സഹായിക്കുക. ഡിഫറെന്റ് ആയിരിക്കും തോട്ട്സ്. ഒരേ പ്രോബ്ലം തന്നെ 3-4 കുട്ടികൾക്ക് ഒരേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ടെത്തലുകൾ വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മള് പോയിന്റ് ഒന്നുകൂടി പറയും സാർ. വ്യത്യസ്ത ചിന്തകളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും സത്യം കണ്ടെത്താൻ സഹായിക്കുക. ബുക്സ് ഇല്ലേ കയ്യില്? ഇല്ല, ബുക്സ് എത്തിയില്ല. എല്ലാവർക്കും കിട്ടിയില്ലാന്ന് തോന്നുന്നു. നാട്ടിലെത്തിക്കുന്ന ഞങ്ങള് നാട്ടിലില്ല, അതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഇപ്പൊ നമ്മള് എന്താണ്, ലെൻസ് വെച്ചിട്ട് പേപ്പർ കത്തിക്കാറുണ്ട്. സയൻസ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യെസ്, വെയിലത്ത് വെച്ചിട്ട് നമ്മള് പേപ്പർ അല്ല മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അത്
വെച്ചിട്ട് നമ്മൾ ലെൻസിന്റെ ഇതിങ്ങനെ അതിന്റെ ആ പ്രൊജക്ട് ആ ലൈറ്റ് പ്രൊജക്ട് ചെയ്ത് കണ്ട് അതെ കത്തി അതെ. പണ്ട് നമ്മൾ സയൻസിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഉം. പിന്നെ നമ്മൾ ഈ ഫ്ലവർ പ്രസ്സിങ് അതുപോലെ ലീഫ് പ്രസ്സിങ്, ഉണങ്ങിയ ഇലയും പൂവും കൊണ്ടുവരാൻ പറയും കുഞ്ഞുങ്ങളോട്. ഇല ഉണങ്ങിയ ഇലകൾ ഡിഫറെന്റ് ആയിരിക്കും. ആ ഉണങ്ങിയ ഇലയും പൂവും അത് നമ്മൾ കൃത്യമായിട്ട് ബുക്കിൽ വെക്കുന്നതോട് കൂടി തന്നെ ആ ഇലയുടെ ഒരു രൂപം കിട്ടും. കൃത്യമായിട്ട് ഉണങ്ങിയ ഇല കുറെ കഴിയുമ്പോൾ അതിന്റെ വെയിൻസ് ഒക്കെ കാണാൻ പറ്റും. അത് കുഞ്ഞുങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ചെയ്യുക. അതിനേക്കാളും ഒന്നും കൂടെ എഫക്റ്റീവ് ആകും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇലകൾ കൊണ്ടുവരാം. ഈ ഇലകൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവന്നാൽ സ്പൂൺ ഷേപ്പിലുണ്ട്, ഹാർട്ട് ഷേപ്പിലുണ്ട്, പുള്ളി പോലെ ലീനിയർ ഷേപ്പ്, മുളയുടെ ഇല ഒക്കെ ലീനിയർ ഷേപ്പാണ്. ദെൻ താമരയുടെ ഇല റൗണ്ട് ആണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇലകളില്ലേ, ഓരോന്നിന്റെ ഷേപ്പ് അതൊക്കെ വെച്ചിട്ട് പേപ്പറിലൊക്കെ വെച്ചിട്ട് സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് ചെയ്യിക്കും. ഇത് നമ്മൾ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് തോട്ട്സ് വരും, ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്തകൾ വരും. എന്തിനാ മിസ് ഇങ്ങനെ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. പിന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് കളറ്. ബേസിക് ആയിട്ടുള്ള പ്രൈമറി കളേഴ്സ് ആണ് റെഡ്, യെല്ലോ, ബ്ലൂ. ഈ റെഡ്, യെല്ലോ, ബ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി 10 കളേഴ്സ്, 10 ടോട്ടൽ 11, ദെൻ 8 കളേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും റെഡ്, യെല്ലോ, ബ്ലൂ വെച്ചിട്ട്. റെഡും യെല്ലോയും മിക്സ് ചെയ്താൽ ഓറഞ്ച് കിട്ടും. ദെൻ ബ്ലൂവും റെഡും മിക്സ് ചെയ്താൽ ഗ്രീന് കിട്ടും. അങ്ങനെ ഓരോ കളർ മിക്സ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ട്. അപ്പം മക്കൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കുഞ്ഞു മക്കളെക്കാളും ഏറ്റവും ബെറ്റർ ആവുക UKG പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഒന്നുകിൽ ഫില്ലറിൽ കളറാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ കളറിലുള്ള ആ കട്ടയില്ലേ അത് വെച്ചിട്ട് 3-4 ബ്രഷ് കൊടുക്കാം. എന്നിട്ട് ഓരോ കളർ മിക്സ് ചെയ്യുന്ന ആ ഒരു ഹോളുള്ള ട്രേ വരുന്നുണ്ടല്ലോ, ഓരോ കളർ മിക്സ് ചെയ്യുന്നത്, അതിലോട്ട് കളർ മിക്സ് ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ ഡിഫറെന്റ് കളർ അവർ മിക്സ് ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ മിക്സ് ചെയ്തതൊക്കെ ഡിഫറെന്റ് പാറ്റേൺ ആയിരിക്കും, ഒന്നും ഓർഡറിലാവില്ല. അവരുടെ ചിന്തകൾ ഉണർത്തിക്കൊണ്ടിരിക്കുക, അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുത്തുകൊണ്ടിരിക്കുക. ചിലർക്ക് പെൻസിൽ ഡ്രോയിങ് ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് കളറിങ് ഇഷ്ടമാണ്, ചിലർ പാട്ട് പാടും, ഡാൻസ് ചെയ്യുക, സ്പീച്ച്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ മക്കളുടെ അടുത്തുനിന്ന് കണ്ടെത്തുക. നെക്സ്റ്റ് വരുന്നത് വിദ്യാഭ്യാസം എന്ന സംജ്ഞയുടെ അർത്ഥം, മീനിങ് ഓഫ് ദ എഡ്യൂക്കേഷൻ. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ മീനിങ്? ഇംഗ്ലീഷ് ഭാഷയിലെ എഡ്യൂക്കേഷൻ എന്ന പദം എപ്പോഴും ലാറ്റിനിൽ നിന്നാണ് പല പദങ്ങളും നമുക്ക് എത്തിയിട്ടുള്ളത്. ലാറ്റിനിലെ എഡ്യൂക്കെയർ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, അതിൽ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിനെ ഊട്ടി വളർത്തുക അല്ലെങ്കിൽ അർത്ഥം കൽപ്പിക്കാം. ഹലോ സാറേ, അപ്പോ ഊട്ടി വളർത്തുക അല്ലെങ്കിൽ അർത്ഥം കൽപ്പിക്കുക. ഈ ലാറ്റിൻ ഭാഷയിൽ ഈ എന്നാൽ ഔട്ട് ഓഫ് എന്നാണ്, പുറത്തേക്ക്. ഡ്യൂക്കോ എന്നാല് ലീഡ് എന്നും അർത്ഥാണ്. അപ്പോ എജൂക്കോ എന്നാല് അജ്ഞതയിൽ നിന്ന് പുറത്തേക്ക്, അറിവില്ലായ്മയിൽ നിന്ന് പുറത്തേക്ക്, അത് അറിവിലേക്ക് എന്നുള്ള രീതിയിലാണ് അർത്ഥം പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അപ്പൊ എന്താണ്? അകത്തേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്.
അപ്പൊ ഒരേ സമയം എന്താണ് വിജ്ഞാനം സമ്പാദിക്കുകയും അതുപോലെ തന്നെ ശീലങ്ങളുടെയും മനോഭാവങ്ങളുടെയും നൈപുണികളുടെയും അതായത് കഴിവുകളുടെയും വികസനവും കൂടി ചേർന്നതാണ്. നമ്മുടെ കുറെ റൂട്ടീൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെയും അതുപോലെ തന്നെ നോളജ്, പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മള് മനോഭാവം, നമ്മുടെ മൈൻഡ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ വിൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും ആലോചിക്കേണ്ട, ഹോൾ ആയിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ആണ്. വൈവിധ്യമായ ജീവിതാനുഭവങ്ങളിലൂടെ തൻ്റെ ഉള്ളിലുള്ളതെല്ലാം പരമാവധി പുറത്തേക്ക് കൊണ്ടുവരിക, അത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം കൈവരിക്കാൻ വ്യക്തിയെ പരിശീലിപ്പിക്കുന്ന പ്രക്രിയ. ഇതാണ് വിദ്യാഭ്യാസം. ഉള്ളിൽ ഒരുപാട് കഴിവുകൾ. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും, പക്ഷെ തന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ആ കുഞ്ഞ് ഒരുപാട് അറിവുകൾ അറിയുന്നുണ്ട്, ശേഖരിച്ചു വെക്കുന്നുണ്ട്. അവിടെ അബ്സോർബർ മൈൻഡ് എന്നൊരു സംഭവമുണ്ട്, എല്ലാം വന്നിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ആ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. എപ്പോ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ തെറ്റായതാണ് നമ്മൾ കുഞ്ഞ് പഠിച്ചു വെച്ചതെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലേക്ക് മുൻപോട്ട് പോവാം. അതിന് നമ്മൾ സഹായിക്കുക ഒരു ടീച്ചർ എന്ന രീതിയിൽ. ഇപ്പൊ സമൂഹം ഇതുവരെ സ്വായത്തമാക്കിയ അറിവ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനുള്ള മാർഗം. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, ഈ പനയോലകളിലൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്, അല്ലെ മരത്തില് കല്ലില്. എന്തിനാണ്? അന്ന് കിട്ടിയ അറിവുകൾ. വേദഗ്രന്ഥങ്ങൾ അന്ന് ആരെങ്കിലും എഴുതി വെച്ചതാണോ? അല്ല, പക്ഷെ അറിവുകൾ പകർന്നു വന്നതാണ്. ഓറൽ ആയിട്ട് വാമൊഴിയായിട്ട് പറഞ്ഞ കാര്യങ്ങള് പിന്നീട് അത് വരമൊഴിയായി. പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അത് റെക്കോർഡിക്കലി ആയിട്ട് ഡെവലപ്പ് ആവുകയാണ്. അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാണ് ചെയ്യുന്നത്. പുത്തൻ അറിവുകളും അതുപോലെ തന്നെ തനിമയാർന്ന മാതൃകകളും സൃഷ്ടിക്കാൻ അത് പുതുതലമുറയെ പ്രാപ്തമാക്കുകയാണ്. അറിവുകള് പിന്നീട് പുതുതലമുറ എന്ത് ചെയ്യാണ്? പുതുമയാർന്ന അവരുടെ ആ പഴയഞ്ചൻ രീതിയിൽ നിന്നും പുതിയതിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടവും ഇന്ന് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന കാലഘട്ടവും തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സ്. സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായ രീതിയിൽ സമയത്തിലും അധിഷ്ഠിതമായിട്ടുള്ള നവലോക സൃഷ്ടിക്ക് അതുവഴി പ്രാപ്തമാകുന്നു. ഇവിടെ സോഷ്യലി ആയിട്ട് പണ്ട് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. 24 മണിക്കൂർ എന്ന് പറഞ്ഞാല് മദ്രസയിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, ട്യൂഷന് പോകുന്നു, കളിക്കുന്നു, വീട്ടിൽ വന്ന് പഠിക്കുന്നു, പിന്നെ വീട്ടുകാരുമായി സംസാരിക്കാൻ സമയമുണ്ട്, അയൽവക്കത്ത് പോയി സംസാരിക്കാൻ സമയമുണ്ട്, ഇല്ലേ? ഇപ്പൊ ഇതൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഈ സമയം കിട്ടുന്നുണ്ടോ? ഇല്ല. ഉള്ള സമയം തികയാതെ തികയുന്നില്ല. 24 മണിക്കൂറും തികയും. അന്ന് 24 മണിക്കൂറാണ്, ഇന്ന് അന്ന് 24 മണിക്കൂർ. ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. Yes. എന്താ സംഭവിച്ചത്? മെഷീനുകളാണ്, എന്നാലും നമുക്ക് ടൈം ഇപ്പോ അതെ, ടെക്നോളജി നമ്മൾ കൊറേ അഡിക്റ്റല്ലേ എല്ലാരും പെട്ടുപോയി. ഫോണിൽ തന്നെയാണ്. ഫോൺ അഡിഷൻ. ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിലധികം പോയി വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വെള്ളം, ഓരോ ആവശ്യത്തിനും നമ്മൾ വെള്ളം കൊണ്ടുവരികയാണ്. എവിടെ ഇരുന്ന് പൈപ്പില്ല, മോട്ടറില്ല, കൈകൊണ്ട് കോരി എടുത്ത് വെള്ളം കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് തേങ്ങ പൊളിക്കാൻ കത്തി കൊണ്ട് പൊളിക്കുകയാണ്, അരയ്ക്കണമെങ്കിൽ അമ്മയിൽ അരയ്ക്കുകയാണ്, പൊടിയാക്കണമെന്നുണ്ടെങ്കിൽ ഉരലിലിട്ട് ഇടിക്കുകയാണ്. അന്നൊക്കെ സമയമുണ്ടായിരുന്നു, ഇതിനൊക്കെ സമയമുണ്ട്. ഇന്ന് വെള്ളം എത്തിക്കാൻ മോട്ടറുണ്ട്, അരയ്ക്കാൻ മിക്സി ഉണ്ട്, അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, അടിച്ചു വാരാൻ വരെ ഇന്ന് കുഞ്ഞു റോബോട്ട് എത്തിയിട്ടുണ്ട്, അല്ലെ? ആ വട്ടത്തിലുള്ള അത്. അതെ, ഇത്രയും സൗകര്യം നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സമയമില്ല. എന്താ സമയമില്ലാത്തത്? ഈ ഒരു സംഭവം, അല്ലെ?
ഈ ഒരു സംഭവം നമുക്ക് വന്നതിന് ശേഷം നമുക്ക് സമയമേ ഇല്ല. പക്ഷെ അതില്ലെങ്കിലും പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും തന്നെ സമയം എത്ര പെട്ടെന്നാ നീങ്ങി പോണേ. ഇതില്ലാതെ നിങ്ങൾ നിന്ന ഒരു കുറഞ്ഞ ഒരു 3-4 വർഷം പുറകോട്ട് നിന്ന കുറച്ച് സമയം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ചിലർക്ക് ഉണ്ടായി കിട്ടുണ്ടാവും. ഫ്ലഡിന്റെ സമയത്ത് കറണ്ട് പോയില്ലായിരുന്നോ? ആ ഒരു ആ 4-5 ദിവസം ഒക്കെ ഉണ്ടായിരുന്നു. ആ അന്ന് പരസ്പരം കണ്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു ത്വര അല്ലെ? എല്ലാവരോടും അടുത്തൊക്കെ അതെപ്പോഴും ഉണ്ട് മിസ്സേ. നമ്മളെ വീട്ടില് കറണ്ട് പോയിക്കാണ്ട് വൈഫൈ കട്ടായ എല്ലാരും ഹാപ്പിയാണ്. പക്ഷെ അപ്പോഴെല്ലാരും അത് മുഖം കാണും. അത് ഇവിടെ കാണും. ഉള്ള സമയത്ത് ഉമ്മ പറയും ഒന്നിക്കെ കറണ്ടോണ് അല്ലെങ്കിൽ വൈഫൈ ഇട്ടാണ്ടാണ് എല്ലാരും ഒന്ന് ഒപ്പരം കാണണമെങ്കിൽ. ശരിയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കേണ്ടത്. നമ്മൾ ഈ രീതിയിലാണ് നമ്മളെ മക്കൾ എന്തായിരിക്കും? അവരും ഇതേ രീതിയിൽ ആ ഒരു ചെറിയ ബോക്സിനുള്ളിലായിട്ട് അവരുടെ ലൈഫ് അങ്ങ് തളച്ചിടും. എത്രയോ കിലോമീറ്ററുകളൊക്കെ നടന്നു പോയിട്ട് കളിച്ച സമയങ്ങളുണ്ട്. കളി കഴിഞ്ഞ് വീട്ടിലോട്ടെത്തി കഴുകി മദ്രസയിലോ അല്ലെങ്കിൽ മറ്റുള്ള പാഠശാലയിലോ പോകുന്ന ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടൊക്കെ നമുക്ക് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ഇന്ന് പുതിയ രീതിയിലേക്ക് മാറി. പക്ഷേ സമയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ രീതി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. സമയത്തിന് ആർക്കും ഒരു വിലയിപ്പില്ല. നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ പറയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു കാര്യം ടൈമാണ്. നമ്മൾ നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡ്സും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇന്നലെ എന്നുള്ളത് നമുക്ക് കിട്ടില്ല. പക്ഷെ നാളേക്ക് എന്ത് വേണം അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇന്നലത്തെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തിണെങ്കിൽ ഇങ്ങനെ ആയേനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പക്ഷെ നാളെ ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ കൃത്യമായിട്ട് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാനിങ് തയ്യാറാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടൈം ടേബിൾ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന സമയത്തെ ഞാൻ ഫോൺ എടുക്കൂ. കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചാറ്റ് ചെയ്യാൻ ഒരു സമയം നമ്മൾ നിശ്ചയിച്ചിട്ട് ആ സമയത്ത് മാത്രമേ നമ്മൾ റീപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ. ഫ്രണ്ട്സ് ഗ്രൂപ്പിലാവട്ടെ മറ്റു ഫാമിലി ഗ്രൂപ്പിലാവട്ടെ എല്ലാത്തിലും പറയും ഞാൻ ഇന്ന സമയത്ത് ഓൺലൈനിൽ ഉണ്ടായിരിക്കും. അല്ലാത്ത സമയത്ത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അതിനിടയ്ക്ക് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ മേ ബി കുറേ കാര്യങ്ങൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആക്കാൻ പറ്റും. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, കളിക്കുന്ന സമയത്ത് കളിക്കുക, പാരൻസിന്റെ കൂടെ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കുക, ഫോണിൽ കളിക്കേണ്ട സമയത്ത് ഫോൺ എന്നുള്ളത് ഒഴിവാക്കണ്ട. കാരണം ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമല്ലാതെ ആവശ്യമായിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിന് സമയത്ത് അവർക്ക് ഫോൺ അലോ ചെയ്യുക. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയി നോക്കൂ. നിങ്ങൾക്കും എഫക്റ്റീവ് ആയിരിക്കും, മക്കൾക്കും എഫക്റ്റീവ് ആയിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിനും കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആകും. ഇനി പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന ഒരു പാരഗ്രാഫാണ് വരുന്നത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പല പേരുകളിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നഴ്സറി വിദ്യാഭ്യാസം, കിൻഡർ ഗാർട്ടൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ മോണ്ടസറി ഉണ്ട്, അതുപോലെ തന്നെ പ്രീ KG, KGന്റെ മുമ്പ് പ്രീ KG, പ്രീ പ്രൈമറിന്റെ മുമ്പാണ് പ്രീ KG വരുന്നത്, നമ്മള് പ്ലേ സ്കൂൾ വരുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പൊ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നഴ്സറി സ്കൂൾ എന്ന് നാമകരണം ചെയ്തത് മാക്മില്യൻ സിസ്റ്റേഴ്സ് ആണ്. മാക്മില്യൻ സിസ്റ്റേഴ്സ് ജ്യേഷ്ഠത്തി അനിയത്തിയാണ്. അവര് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സുമായിട്ട് ഒരുപാട് റിസർച്ച് ചെയ്ത സിസ്റ്റേഴ്സ് ആണ് മാക്മില്യൻ സിസ്റ്റേഴ്സ്. പരിചരണ കേന്ദ്രം, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക, അതാണ് നഴ്സറി എന്ന വാക്കിന്റെ അർത്ഥം. അവരെ പരിചരിക്കുക, അല്ലാതെ അവരെ പഠിപ്പിക്കുക എന്നല്ല, അവരെ കെയർ ചെയ്യുക, അവരെ പരിചരിക്കുക. നഴ്സറി വിദ്യാഭ്യാസവും കിൻഡർ ഗാർട്ടനും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉടലെടുത്ത പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മാതൃകകളാണ്.
നഴ്സറി വിദ്യാഭ്യാസ, പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് നഴ്സറി, കിൻഡർ ഗാർട്ടൻ ഒക്കെ നമ്മുടെ ഫോറിൻ കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള മോഡൽസ് ആണ്. അവയെ നമുക്ക് അനുസരണമായ രീതിയിൽ കടമെടുത്തു എന്ന് മാത്രം. ബാലവാടി, ഇപ്പൊ നമ്മൾ പണ്ട് നേരത്തെ മുമ്പൊക്കെ പറഞ്ഞത് ബാലവാടി എന്നാണ് നഴ്സറിക്ക്, അല്ലെ? ബാലവാടിക ഇപ്പോഴും ബാലവാടിക എന്നൊരു കോഴ്സ് ഉണ്ട്. അതെ. അപ്പം ബാലവാടിക എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. ഈ അംഗൻവാടികളിലെ ടീച്ചേഴ്സ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ പലപ്പോഴും നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 10th അല്ല. ബാലവാടിക കോഴ്സ് അല്ല, ബാലവാടിക കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന. അതിന് പക്ഷെ ഇപ്പം പ്രത്യേക കോഴ്സ് ഉണ്ടോ? അതിന് പ്രത്യേക കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ആ ഇപ്പം ഏകദേശം ഒരു കൊറോണയ്ക്ക് മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ട്, കൊറോണയ്ക്ക് ശേഷം ഈ ഒരു കോഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതായിരുന്നു നേരത്തെ. ഇപ്പം PSC അത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നോർമലി പ്രീ പ്രൈമറി പഠിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ 3-5 പ്രായം, 3 to 5, 3 to 5 പ്രായപരിധിയിൽപ്പെട്ട ശിശുക്കൾക്ക് അവർ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ചേരും മുമ്പ്, ഒന്നാം ക്ലാസ്സിലേക്ക് ചേരും മുമ്പ് ഔപചാരിക വിദ്യാലയങ്ങളിൽ വെച്ച് നൽകുന്ന അനൗപചാരിക വിദ്യാഭ്യാസമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. ഔദ്യോഗികമായിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കിട്ടുന്ന, സിസ്റ്റമാറ്റിക് അല്ല, അനൗപചാരികമാണ്. അവിടെ ഒരു സിസ്റ്റം ഇല്ല. ഒന്നാം ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അക്ഷരം പഠിപ്പിക്കുക, വാക്കുകൾ പഠിപ്പിക്കുക, സെന്റൻസ് പഠിപ്പിക്കുക, കണക്ക് പഠിപ്പിക്കുക, കണക്കിൽ കൂട്ടാനും കുറയ്ക്കാനും, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട് മലയാളത്തിൽ. ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷിലും CBSE ആണ് മോസ്റ്റും വരുന്നത്. അപ്പൊ ഇവിടെ അത്തരം ഒരു സിസ്റ്റം ഇല്ല. മക്കള് വരുന്നു, കളിക്കുന്നു, പാട്ട് പാടുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് നല്ല ഫുഡ് കൊടുക്കണം, അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അവര് റെസ്റ്റ് എടുപ്പിക്കുക. അതിന് ഒരു ടീച്ചറെയും ഹെൽപ്പറെയും. ഇതാണ് നമ്മുടെ അംഗൻവാടി. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ പ്രസ്ഥാനം അന്തിമ രൂപം കൈവരിച്ചത് ഇംഗ്ലണ്ടിലാണ്. ശരിക്കും ഒരു നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് മാർഗരറ്റ് മാക്മില്ലൻ, റേച്ചൽ മാക്മില്ലൻ. മാക്മില്ലൻ സിസ്റ്റേഴ്സിന്റെ പേരാണ് മാർഗരറ്റ് മാക്മില്ലൻ, റേച്ചൽ മാക്മില്ലൻ എന്നീ 2 സഹോദരിമാരാണ്. ഗ്രാമീണ ശിശുക്കളുടെയും അവരുടെ ജീവിത പശ്ചാത്തലത്തെയും കണ്ടുകൊണ്ട്. ഇത് എക്സാമിന് ഉണ്ടാവോ? ഇവരെ പേര് ഏത്? എഴുതാനൊക്കെ? പേരുണ്ട്. ഇതിന്റെ പേര് ഒന്നും കൂടെ ഇനി വരുന്നുണ്ട്. അടുത്തൊരു ചാപ്റ്ററിലും കൂടെ ഇതേ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസം ചിന്തകന്മാരെ കുറിച്ചിട്ടുള്ള വരുന്നുണ്ട്. ചാപ്റ്റർ അവരെ കുറിച്ച് ഡീറ്റെയിൽ 3 ആയിട്ട് പഠിക്കാനുള്ള. അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക അതിന്റെ? ചാപ്റ്റർ 3 പ്രീ സ്കൂൾ അധ്യയന രീതികളിൽ ചിന്തകന്മാരുടെ സ്വാധീനം എന്നുള്ള ചാപ്റ്റർ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതിൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് എക്സാമിന് വരുന്നതാണ്. അതെങ്ങനെ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ക്വസ്റ്റ്യൻ വരിക എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ വരിക. പിന്നെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ചിന്തകന്മാരുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ചിന്തകന്മാരുടെ സ്വാധീനം. അധികം എസ്സേ ആയിട്ടാണ് വരാറുള്ളത്. 1 വേർഡ് ആയിട്ട് ഇതുണ്ടാവില്ല. ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വരിക. അതിൽ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയെ കുറിച്ചാണ് കേട്ടോ. ഇന്ത്യയുടെ ഗ്രാമീണ പശ്ചാത്തലം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇതിന് മുമ്പ് തന്നെ ഗാന്ധിജി ഈ ഒരു കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മരിയം മോണ്ടസറി 39 ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊന്ന് 45 അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ആരാണ് ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്തത്? പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് കഴിഞ്ഞ തവണ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമീണ ശിശുക്കളുടെയും അവരുടെ ജീവിത പശ്ചാത്തലത്തെയും കണ്ടുകൊണ്ട് ഗാന്ധിജി പ്രീ ബേസിക് സ്കൂൾ ആവിഷ്കരിച്ചു. കഴിഞ്ഞ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ
പലരും പല രീതിയിലാണ് ആൻസർ പറഞ്ഞത്. വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഗാന്ധിജി എന്ന ആൻസർ തന്നത്. ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗാന്ധിജി ആണ്. പ്രീ ബേസിക് സ്കൂൾ, അതാണ് അതിന്റെ പേര്. ഗാന്ധിജി ആവിഷ്കരിച്ച നഴ്സറി സ്കൂളിന്റെ പേരാണ് പ്രീ ബേസിക് സ്കൂൾ. മരിയ മോണ്ടസറിയാണ് മോണ്ടസറി വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പം മരിയ മോണ്ടസറി മോണ്ടസറി മെത്തേഡ് അറിയാൻ, മോണ്ടസറി മെത്തേഡിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയാണ് ഡോക്ടർ മരിയ മോണ്ടസറി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഡോക്ടർ മരിയ മോണ്ടസറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി പ്രീ ബേസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് നേരത്തെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വർഷങ്ങളെടുത്തു. പക്ഷെ അന്നേ ഡോക്ടർ മരിയ മോണ്ടസറി ഇംപ്ലിമെന്റ് ചെയ്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണിത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് ഗാന്ധിജി ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കാനുള്ള പ്രധാന റീസണും ജോലിക്ക് പോകുന്ന അമ്മമാര്, സ്വന്തം കുടുംബത്തെ നോക്കാൻ ജോലിക്ക് പോകുന്ന, ഏത് ജോലിയാവട്ടെ, ഓഫീസ് ജോലി മാത്രമല്ലല്ലോ, ഏത് ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളെ ഒരു പെർട്ടിക്കുലർ ടൈം അവര് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവിടുക, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ അവിടെ നോക്കാൻ ഒരു 2 ആളുകൾ വേണം. അവിടെയാണ് ഈ ഹെൽപ്പറും ടീച്ചറും എന്നുള്ളൊരു തസ്തിക ഉണ്ടായത്. അവിടെ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കണം, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, അവരുടെ റെസ്റ്റ്, ഫിസിക്കലി ആയിട്ടുള്ള റെസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രീ ബേസിക് സ്കൂൾ എന്നൊരു സിസ്റ്റം സ്ഥാപിച്ചു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം ഇതിലിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മീനിങ് ഓഫ് ദ എഡ്യൂക്കേഷനും അതുപോലെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ദെൻ എഡ്യൂക്കേഷൻ പർപ്പസ് ആൻഡ് ഗോൾസ്, ഇത് 3ആണ് പോയിന്റ് വരുന്നത്. അത് ആ പോയിന്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നോട്ട്സും. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓറലി ആയിട്ട്. ഐ മീൻ ഇതിന്റെ നോട്ട്സ് ഞാൻ തന്നാല് ഇതിനേക്കാൾ നോട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു 1.5, 2, 3 അപ്പൊ മിസ് പേജോളം നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെച്ച് പിന്നെ ടെക്സ്റ്റ് നോക്കിയാ പോരെ? മതി. ഇതിപ്പോ അതാണ് ഏറ്റവും നല്ലത്. എസ് ക്വസ്റ്റ്യൻ ഇതിൽ വരികയാണെങ്കിൽ ഇതിൽ വളരെ ചുരുക്കിയിട്ടല്ലേ കൊടുത്തേ? അതെ, ഇതില് അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉണ്ടാവില്ല. മാം ഇപ്പൊ പറഞ്ഞതൊക്കെ എന്താണ് അതിലൂടെ എഡ്യൂക്കേഷൻ, അതെ, ആ. വാട്ട് ഇസ് എഡ്യൂക്കേഷൻ, എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, പിന്നെ എന്താണ് എഡ്യൂക്കേഷന്റെ ഗോൾ, ഉദ്ദേശ്യം എന്താണ്. ഇതിൽ വരുന്ന പിന്നെ ചിന്തകന്മാരുടെ ചാപ്റ്റർ 3 മൂന്നാമത്തെ പാഠത്തിനാണ് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അത് ഞാൻ ഒരു എസ് എ ആയിട്ടുള്ളത് തന്നെ കൃത്യമായിട്ട് തരാം. പിന്നെ അവിടെ എസ് എ എഴുതുമ്പോൾ തന്നെ ഓരോരുത്തരെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് എഴുതണം. അപ്പൊ ഇതില് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഓരോരുത്തരെ കുറിച്ചും ഉണ്ട്, ഇതില് ഇല്ലാത്ത ആളുകളെ കുറിച്ചും ഉണ്ട്. ഇപ്പൊ തൊണ്ടക്കിന്റെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പം തൊണ്ടക്കിന്റെ സിദ്ധാന്തം അല്ലെ. എന്താ തൊണ്ടക്കിന്റെ സിദ്ധാന്തം എന്നറിയോ? അപ്പൊ ഒരു നായയെ കൂട്ടിലിട്ടു ആള് ഒരു നായയെ കൂട്ടിലിട്ടിട്ട് ആ നായക്കുള്ള ഭക്ഷണം പുറത്തു വെച്ചു. സ്വാഭാവികമായിട്ട് ആ നായ എന്ത് ചെയ്യും? കൂട്ടിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ കൂട് തുറക്കണമെന്നുണ്ടെങ്കിൽ നായയുടെ കയ്യിൽ ഒരു ബട്ടൺ, ഒരു ബട്ടണിൽ അമരണം. ആ ബട്ടണിൽ ടച്ച് ചെയ്താൽ ആ കൂടിന്റെ ഡോർ ഓപ്പൺ ആവും. ഈ സമയം ഈ നായ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ആ ഭക്ഷണം കണ്ടിട്ട്. അപ്പൊ നായ മുരളുകയും കുരയ്ക്കുകയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ വായിൽ നിന്ന് ഒരു തരം ലിക്വിഡ് വന്നുകൊണ്ടിരിക്കും. അവന്റെ ഇൻസ്റ്റിന്റ്, അവന്റെ ആവശ്യമാണ് ആ ഫുഡ്. ആ ആവശ്യം നേടണം. ആ ആവശ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ഇല്ലേ, അത് മൃഗങ്ങളുടെ ദഹന പ്രക്രിയക്ക് സഹായകമാകുന്ന ലിക്വിഡാണ്. അത് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ നായയുടെ ടച്ച്
കറക്റ്റാണ്. ഞാൻ എല്ലാം കൂടെ പറയണമെന്നില്ല. നായയുടെ കൈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ടച്ച് ചെയ്യുമ്പോൾ കൂട് തുറക്കുകയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം നായ ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കൈയിട്ടൊക്കെ ഒരതി 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 വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോൾ കൂട് ഓപ്പൺ ആയി. നായ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം ഇതേ രീതിയിൽ തന്നെ ചെയ്തു. രണ്ടാമത്തെ ദിവസവും നായ ഇങ്ങനെ അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂട് ഓപ്പൺ ആയി. മൂന്നാമത്തെ ദിവസം നായക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ആ കൂട് ഓപ്പൺ ആവുന്നത്. അപ്പൊ എന്തായി, നായ ആ കറക്റ്റ് ആ പൊസിഷനിൽ പോയിട്ട് ടച്ച് ചെയ്യുന്നു, കൂട് ഓപ്പൺ ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് എഡ്യൂക്കേഷനും. ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ മക്കൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വീണ്ടും നമ്മൾ കൊടുക്കുന്നു, വീണ്ടും വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ് എന്ന് കുഞ്ഞെന്ന് പഠിക്കുന്നുവോ അന്ന് സക്സസ് ആവും. വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമുള്ളതാണ്, അത് എനിക്ക് പഠിക്കാനുള്ളതാണ്, എൻ്റെ ആവശ്യമാണ്, എൻ്റെ നീഡാണ് അത് എന്ന് കുഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞ് ആ ആവശ്യത്തിലേക്ക് തനിയെ എത്തും എന്നുള്ള ഒരു സിദ്ധാന്തമാണ് തൊണ്ടക്ക് നമ്മളോട് പറഞ്ഞത്. അതൊരു മൃഗത്തിനെ വെച്ച് പരീക്ഷിച്ച് എന്ന് മാത്രം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബെല്ല് വെച്ചിട്ട് ഇപ്പൊ നമുക്കൊക്കെ അറിയാം, കോഴീനൊക്കെ വളർത്തുകയാണെങ്കിൽ കോഴി കൂട്ടിലുള്ളെങ്കിൽ ആ ഒരു നമ്മളെ പാത്രം ഒരു സ്ഥിരം ആയിട്ട് ഭക്ഷണം ഇടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുക. എന്നിട്ട് ആ പാത്രത്തിന് 2 തട്ട് തട്ടുമ്പോൾ നോർമലി എന്താവും, കൂട്ടിലുള്ള കോഴികളെല്ലാം കൂടെ ഭയങ്കര ബഹളമായിരിക്കും. നോർമലി നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. ഇത് എന്താണ്, അവരുടെ ആവശ്യമാണ്. അവർക്ക് ആവശ്യം എന്താണ്, ഫുഡാണ്. നമുക്ക് ആവശ്യം എന്താണ്, ഫുഡ് മാത്രമല്ല എഡ്യൂക്കേഷനും കൂടി ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിന്റെ നോട്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഇതിലെ വളരെ കൃത്യമായിട്ട് അറ്റിക്കുറുക്കിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിനെ നോട്ട്സിന് തരികയാണെങ്കിൽ ഒരുപാട് എഴുതേണ്ടി വരും. അതിനേക്കാൾ നല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ പോയിന്റും ഹൈലൈറ്റ് ചെയ്യാം. ഞങ്ങളെ രീതിയിൽ തന്നെ നോട്ട് എഴുതിക്കൂടെ? മതി, മനസ്സിലായി. അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ നോട്ട്സ് തരുന്നതിനേക്കാളും നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്യുക. മാക്മില്ലൻ സിസ്റ്റേഴ്സ്, ഗാന്ധിജിയുടെ പ്രീ ബേസിക് സ്കൂള്, ഡോക്ടർ മരിയ മോണ്ടസറി, അങ്ങനെയുള്ള പിന്നെ അത് എഡ്യൂകെയർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് മറിക്കുമ്പോൾ തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പം നമുക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ, ഞാനൊക്കെ എൻ്റെ നോട്ട്സ് ഇത്രയും കാലമായിട്ട് ഞാൻ മറിച്ച് നോക്കിയിട്ടില്ല, സാറന്മാർ തന്ന നോട്ട്സ്. അതേസമയം നമ്മൾ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കില്ലേ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത് മാത്രമേ ഞാൻ റീഡ് ചെയ്യാറുള്ളൂ എൻ്റെ പഠിക്കുന്ന കാലത്ത്. അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. കാരണം അവര് കുറേ കാര്യങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും അത് അങ്ങോട്ട് ചെയ്യണം ഇതിങ്ങോട്ട് ചെയ്യണം. ഇപ്പൊ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കും സാറന്മാരുടെ നോട്ട്സ് ഒക്കെ കണ്ടാൽ. പക്ഷെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ആരോ മാർക്ക് ഇട്ടില്ല, ഒരു ചാർട്ട് മേക്ക് ചെയ്തിട്ടോ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. നോട്ട്സ് എന്ന് വെച്ചാൽ സെൻഡ് ചെയ്യോ? എങ്ങനെ ഇംഗ്ലീഷ് നോട്ട് ഇംഗ്ലീഷ് നോട്ട്സ് വേണം? ആയിക്കോട്ടെ, ഇംഗ്ലീഷ് നോട്ട് സെൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് നോട്ടിൽ ഇംഗ്ലീഷിൽ തന്നെയാണുള്ളത്. നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? മലയാളത്തിലല്ലേ ടെക്സ്റ്റ് ബുക്കില്? ഓ ശരി ശരി, ഓക്കെ ഓക്കെ, അത് ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് സെൻഡ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിസ്സേ, ഇതില് എങ്ങനെ ഒരു എസ്സേ നോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ലാസ്റ്റ്, പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള. അത് ഇതിലല്ല, മൂന്നാമത്തെ ചാപ്റ്ററിലല്ലേ മാം പറഞ്ഞ എസ്സേ ഉണ്ടാവുന്നത്? തേർഡ് ചാപ്റ്ററിലാണ് എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സിന്റെ എസ്സേ ഉള്ളത്. ഇതിലല്ല കേട്ടോ. വരുമ്പോ അന്ന് തരണ്ടെന്നാ മാം പറഞ്ഞ. അന്നത്തേക്ക് തരാം കേട്ടോ, ഇപ്പം വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ തന്നാൽ കൂടെ കൺഫ്യൂസ്ഡ് ആവും. ഞാൻ തന്ന നോട്ടിൽ നിങ്ങൾ പരാതി പറയും, മിസ് എന്തൊക്കെയോ നോട്ട് തന്നാണ്, ഞങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ചുരുക്കിയിട്ടുള്ളത് മതി. അതാ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ബെറ്റർ നോട്ട്.
ഇതിലൊരു ഓക്കെ ഇംഗ്ലീഷ് മോണ്ടിസറി പ്രാക്ടിക്കൽ ബുക്ക് ഇത് ഇല്ല ടെക്സ്റ്റ് ബുക്ക് തന്നെ ബുക്കിൽ ഇല്ല. ഉള്ളതിനെക്കാട്ടിലും ബുക്കിന് എത്ര കൂടുതൽ കട്ടിയുള്ളൂ. മനസ്സിലാവുന്നത് എടുത്ത് പറയുമ്പോഴാണ് മിസ് അത് വിശദീകരിച്ച് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. മോണ്ടിസറി എന്താ വെച്ചാൽ മോണ്ടിസറി പ്രാക്ടിക്കൽ ബുക്ക് കുറച്ച് പ്രാക്ടിക്കൽ കട്ടിയുള്ളതാണ്. ബുക്ക് നല്ല കട്ടിയുണ്ട്. ഒരു പ്രശ്നമാക്കണ്ട, ഞാനത് എടുത്ത് തരുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും അത്ര ഒന്നും അല്ല ഇതിലുള്ളത് എന്ന്. അതൊക്കെ അല്ല വളരെ ഇത് ചുരുക്കിയിട്ടാണ് തന്നത്. ഇത് അത് നമുക്ക് ഞാൻ എക്സാം ഉള്ളതാ. മറ്റു ബുക്ക് കാണുമ്പോ എക്സാം മോണ്ടിസോറിന്റെ ബുക്ക് നല്ല കട്ടിയുണ്ട്. ഇതല്ലേ മറ്റേതൊക്കെ ചെറിയതുള്ളൂ. പ്രീ പ്രൈമറി. അതെ. ഇത് അതെ 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 ആ അത് പ്രാക്ടിക്കൽ ഇത് എക്സാം ഇത് ഉള്ളതാ. മറ്റേ അഞ്ച് പ്രീ ടെക്സ്റ്റ് പ്രൈമറിയിലോ ബുക്കാ. ആ ഇത് 5 ഓർമ്മ ടെക്സ്റ്റ് ബുക്കാ. 5 സബ്ജക്ട് ഉണ്ട് ഇതിൽ, 5 ഏരിയ ഉണ്ട് ഇതിൽ, 5 ഫയൽസ്. അത് ഓരോന്നും നിങ്ങൾക്ക് എഴുത്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോ തന്നെ നിങ്ങൾ പറയും ഇത്രയൊക്കെ ഈസി അല്ലേ പഠിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരായി പോയേനെ. അത്രയും പെർഫെക്റ്റാ. ഇതിന്റെ എക്സാം ഉണ്ടാവും മിസ്സേ. അതിന്റെ എക്സാം അല്ല, അത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇതിലുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഇതിലുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ടീച്ചിങ് അസസ്മെന്റ്. ഇതിലിപ്പോ ഇതില് മോണ്ടിസോറിന്റെ എക്സാം ഉണ്ടാവില്ല. കോൺസെപ്റ്റ് എക്സാം ഉണ്ട്, തിയറി ഉണ്ടാവും. ആ തിയറി ആ പാർട്ടിൽ ഇതിന്റെ 5 ഏരിയയുടെയും സർട്ടിഫിക്കറ്റ് രക്ഷപ്പെട്ട എക്സാം ഇല്ല. ആ ഇതിലുള്ള മൊത്തത്തിലുള്ള അല്ല, അതായത് 5 ഏരിയയുടെ 5 അസൈൻമെന്റ്സ് തരും നിങ്ങൾക്ക് തന്നെ. ആ അസൈൻമെന്റ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ടീച്ചിങ് അസസ്മെന്റ് നന്നായിട്ട് റീഡ് ചെയ്ത് ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ റീഡ് ചെയ്യാനിട്ടാണ്. റീഡ് ചെയ്ത് നോക്കൂ. ലെസൺ പ്ലാൻ പോലെ അതേ മോഡലാണ് നിങ്ങൾക്ക് ടീച്ചിങ് അസസ്മെന്റ് വരുന്നത്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അതിന്റെ ടീച്ചിങ്ങിന്റെ സമയത്ത് കുട്ടികൾക്ക് ചെയ്യിപ്പിക്കാനുള്ള വർക്കിനെ കുറിച്ചുള്ളതാണ് അല്ലേ അത്? ഓരോ പ്രാക്ടീസ് ഓരോ അത് പ്രാക്ടിക്കലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പോഞ്ച് വെള്ളത്തിലേക്ക് ഇടുക എന്നുള്ളത്. അത് കണ്ടു തീരെ. ആ അതൊക്കെ ഒരു സീക്വൻസ് പ്രസന്റേഷൻ ആ. 1 by 1 ആയിട്ട് വരുമ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എയിം കുട്ടികൾക്ക് കിട്ടുക കേട്ടോ. അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഇത് പ്രീ പ്രൈമറിക്കാർ മാത്രമുള്ള ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ Okay, ഓക്കെ, ഗുഡ് thank നൈറ്റ്. you. ഓക്കെ Good night, ma'am. ഗുഡ് നൈറ്റ്. Thank you, miss.